പയർക്കറി ഉണ്ടാക്കാൻ പയറിൻ്റെ തരമനുസരിച്ച് 1 കപ്പ് പയറിന് കുറഞ്ഞത് 2-3 കപ്പ് വെള്ളം ചേർക്കുക. ധാന്യങ്ങൾ ഒറ്റ രാത്രിയും പയർ പാചകം ചെയ്യുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പും വെള്ളത്തിൽ മുക്കി വയ്ക്കുക. രുചി വർദ്ധിപ്പിക്കുന്നതിന് ഗ്രേവിയിൽ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുക. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാൻ എല്ലായ്പ്പോഴും അടിവശം കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. മസാലയിൽ തൈര് ചേർക്കുമ്പോഴെല്ലാം അത് നന്നായി അടിച്ച് ക്രമേണ ചേർക്കണം. കറി ഉണ്ടാക്കിയ ശേഷം അവശേഷിക്കുന്ന പയർവെള്ളം ഉപയോഗിച്ച് രസം അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുക. പച്ചക്കറികൾ പാകം ചെയ്യുന്ന വെള്ളം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഗ്രേവി, സൂപ്പ്, രസം എന്നിവയിൽ ഉപയോഗിക്കുക. കുക്കറിൽ തന്നെ ഉള്ളിയും മസാലയും വറുക്കാവുന്നതാണ്. ഈ രീതി ഞങ്ങളുടെ പാചക സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു. പാത്രങ്ങളുടെ ഉപയോഗവും പോഷകങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. പാൽ തിളയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും പാൽ അടിയിൽ പറ്റാതിരിക്കാൻ പാത്രത്തിൻ്റെ അടിയിൽ അല്പം വെള്ളം ചേർക്കുക. വെളുത്തുള്ളി, ഇഞ്ചി അല്ലെങ്കിൽ പച്ചമുളക് എന്നിവയുടെ പേസ്റ്റിൽ 1 സ്പൂൺ ചൂടുള്ള എണ്ണയിൽ ഉപ്പ് ചേർക്കുക. കൂടുതൽ നാൾ ഫ്രഷ് ആയിരിക്കും. ഉണക്കമുന്തിരി റെഫ്രിജറേറ്ററിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അവ കൂടുതൽ കാലം പുതുതായി ഇരിക്കും. ഉണക്കമുന്തിരി കട്ട പിടിച്ചാൽ ചൂടുവെള്ളം അതിൻ്റെ മേൽ ഒഴിക്കുക. ഉടനടി ഉണങ്ങാൻ ഒരു പേപ്പർ ടവലിൽ പരത്തുക. ധാന്യങ്ങൾ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്നതിന് തിളപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് തുള്ളി നാരങ്ങ, 1 ടീസ്പൂൺ എണ്ണ ചേർക്കുക. പച്ചക്കറികൾ പാകം ചെയ്യുന്ന വെള്ളം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഗ്രേവിയിലോ സൂപ്പിലോ ഉപയോഗിക്കുക. ഒരു പാത്രത്തിൽ തക്കാളി എടുത്ത് ചുട്ടുതിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഏകദേശം 5 മിനിറ്റ് വിടുക. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവ ഒന്നൊന്നായി പുറത്തെടുക്കുക. എളുപ്പത്തിൽ പുറംതൊലി കളയും. നൂഡിൽസ് തിളപ്പിച്ച ഉടനെ സാധാരണ തണുത്ത വെള്ളത്തിൽ വയ്ക്കുക. ചന, രാജ്മ ഒറ്റ രാത്രി കൊണ്ട് മുക്കി വയ്ക്കാൻ നിങ്ങൾ മറന്നാൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് ചന, രാജ്മയെ തുട്ടിളയ്ക്കുന്ന വെള്ളത്തിൽ 1 മണിക്കൂർ മുക്കി വയ്ക്കുക. ശൈത്യകാലത്ത് തൈര് ഒരു സെറാമിക് കണ്ടെയ്നറിൽ സജ്ജമാക്കി നിങ്ങളുടെ റെഫ്രിജറേറ്ററിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ വയ്ക്കുക. ഉപ്പുവെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്ത ഉരുളക്കിഴങ്ങ് കൂടുതൽ വേഗത്തിൽ പാകമാകും.